സാർ, ഈ ട്രംപും മസ്കുമായിട്ടുള്ള അടി തുടങ്ങിയതിന് ശേഷമേ ഈ മസ്കിൻ്റെ തുടർച്ചയായിട്ടുള്ള എക്സ് പോസ്റ്റുകൾ ഇങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു. ഇപ്പോൾ ഇന്ന് വന്നൊരു പോസ്റ്റ്, ഐ റിഗ്രറ്റ് സം ഓഫ് മൈ പോസ്റ്റ് എബൌട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലാസ്റ്റ് വീക്ക്, ദേ വെൻ ടു ഫോർ. ഐ റിഗ്രറ്റ് എന്ന് ഖേദപ്രകടനം. ഇപ്പോൾ മസ്ക് ഇപ്പോൾ പത്തി മടക്കി വെക്കുന്നു. പിന്നെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വെല്ലുവിളിയും ചെളിവാരിയറിയിലും? പൊതുവെ നമ്മൾ നോക്കുമ്പോഴേ അവർ തമ്മിലുള്ള വ്യാപാര ഇടപാടുകളുടെ അപശ്രുതികളിൽ നിന്നായിരിക്കണമെന്നുണ്ടായത്. അത് പുറത്തേക്ക് വരുന്നില്ല. അതെ, അതിന് പകരമായിട്ട് മറ്റു പല കാര്യങ്ങളാണ് അവർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വായിക്കുകയും നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് അതുകൊണ്ട് അവർ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. അപ്പോൾ നമ്മൾ കരുതിയിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിടയിൽ ട്രംപും മസ്കും തമ്മിൽ വലിയ സംഘർഷമുണ്ടാകുന്നു, ഒരാളെ അടിച്ച് മറ്റേയാൾ പുറത്താക്കി, അങ്ങനത്തെ പൊതുവെ ഒരു ധാരണയാണ് ഉള്ളത്. എല്ലാവരും ചർച്ച ചെയ്യുന്നത് ട്രംപ് മസ്കിനെ അടിച്ച് പുറത്താക്കി എന്നുള്ള നിലക്കാണ് ചർച്ചകളെല്ലാം പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് നമ്മൾ കരുതേണ്ടതില്ല. ഇവർ രണ്ടുപേരും കച്ചവടക്കാരാണ്, അതെ, രാഷ്ട്രീയക്കാരല്ല. ഇപ്പോൾ ഇവർ രാഷ്ട്രീയത്തിൽ വരുന്നു കൂടുന്നത് തന്നെ കച്ചവടത്തെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് മുഴുമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതെ, അതിനെ ഒന്ന് പെരുപ്പിച്ച് ശരിയാക്കിയെടുക്കുക. അവരുടെ കച്ചവടത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വികസിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം രാഷ്ട്രീയത്തിലേക്ക് എത്തിയിരിക്കുന്ന രണ്ട് കക്ഷികളാണ് ഇവരെന്ന് നമ്മൾ കരുതേണ്ടതാണ്. അതെ, അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിനപ്പുറമായിട്ടുള്ള ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ ഇവർ തമ്മിലുള്ള അകൽച്ചയുടെ കാരണം ബിസിനസ്സാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം ഈ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ ഡോഡ്ജ് എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടാക്കി, അല്ലെങ്കിൽ കാര്യക്ഷമത വകുപ്പ് എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ടാക്കി അമേരിക്കയുടെ ചിലവ് കുറക്കാനായിട്ടുള്ള ശ്രമം നടത്തുകയും ആ ചിലവ് കുറക്കലെന്ന് പറഞ്ഞ അവസാനം അതിൽ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം വെട്ടിക്കുറക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ എണ്ണം വെട്ടിക്കുറക്കുന്നതോ ഒക്കെ ആയിട്ട് മാറിത്തീർന്ന് വലിയ കലാപമായി മാറിയാണ്. എന്ത് കലാപം വന്നാലും ഇതിങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന നിലക്ക് ആണ് ട്രംപും അതേപോലെ തന്നെ മസ്കും തമ്മിൽ ഈ കാര്യങ്ങൾ കൊണ്ടുപോയിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പറഞ്ഞിരുന്നൊരു കാലാവധി കഴിഞ്ഞപ്പോൾ അയാൾ ഇറങ്ങിപ്പോയി. പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ ഈ ടെസ്ല കാറുകളുടെ വിൽപ്പനയും അദ്ദേഹത്തിൻ്റെ വ്യാപാരം പൊതുവെ ഒന്ന് ഇടിഞ്ഞു എന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. അയാളും അതൊക്കെ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യാപാര കണ്ണുകൾ എന്തൊക്കെയാണോ കണ്ടിരുന്നത് അതൊക്കെ അയാൾ സാക്ഷാത്കരിച്ചെടുത്തു ട്രംപുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഒന്ന് ഇന്ത്യയിലേക്കുള്ള വരവും ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ വ്യാപാരക്കട തുറക്കാനായിട്ട് കഴിഞ്ഞൊക്കെ ഈ ട്രംപുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് സാക്ഷാത്കരിക്കാനായിട്ട് കഴിഞ്ഞു. പക്ഷേ ഇവർ തമ്മിൽ തർക്കങ്ങൾ ഇടയ്ക്ക് മൂത്തു വന്നു. അങ്ങനെ മൂത്തു വന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഈ മസ്ക് പൊതുവെ ട്രംപിനെ ഭയപ്പെടുത്താനോ ഭീഷണിപ്പെടുത്താനോ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപിൻ്റെ ചുറ്റികളികൾ ലൈംഗികമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണത്. അതൊക്കെ എനിക്ക് അറിയാം. ഈ ജെഫ്രി എപ്സ്റ്റൺ എന്നും പറഞ്ഞ ഒരു സുഹൃത്തുണ്ടായിരുന്നു ട്രംപ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഇത്തരം കാര്യങ്ങളിൽ സമാന അഭിരുചികളുള്ള ആൾക്കാരാണ്, ഈ എപ്സ്റ്റണും ട്രംപും. എപ്സ്റ്റന്റെ ഒരു ദ്വീപാണല്ലോ. അതെ, ഈ ജോർജ് എപ്സ്റ്റന്റെ ഒരു സ്വകാര്യ ദ്വീപുണ്ട്, അയാളുടെ പേരിൽ തന്നെയാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കൊണ്ടുവന്ന് ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു, അത്തരം ഗുരുതരമായ ആരോപണങ്ങളും. അതുമാത്രമല്ല, ഇയാൾ ഒരു ഫിനാൻസിയറും കൂടിയാണ്. അപ്പോൾ ഇയാളുടെ ഈ ട്രംപിനടക്കം തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇയാൾ സംഭാവനകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ഗാഢമായ ബന്ധമുണ്ട്. ഇയാളുടെ ഈ ചുറ്റിക്കളിയൊക്കെ തനിക്ക് അറിയാം എന്ന മട്ടിൽ ഈ ട്രംപ് നേരത്തെ ട്വീറ്റ് വരെ ചെയ്തിട്ടുണ്ട്. ട്രംപല്ല, മസ്ക് അല്ലേ? അല്ല, ട്രംപ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവർ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ അന്ന് ട്രംപ് രണ്ടാമതും പ്രസിഡന്റ് ആയിട്ടില്ല, 2019 ഈ ട്വീറ്റൊക്കെ വരുന്നത്. അപ്പോൾ മസ്ക് ഇതൊക്കെ ഇപ്പോൾ കുഴിതോണ്ടി എടുത്തോണ്ടിരിക്കുകയാണ്. ഇയാളുടെ കുറിച്ച് എന്തോ ഒരു വലിയ ബോംബ് പൊട്ടിക്കാൻ പോകുന്നു, കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാം, നിങ്ങളിത് എൻ്റെ ഈ പോസ്റ്റ് സേവ് ചെയ്ത് വെച്ചോ, നാളെ വേണ്ടി വരും എന്ന തരത്തിൽ നമ്മുടെ PV അൻവർ ലൈനിൽ PV അൻവർ പിണറായിക്കെതിരെ പറയുന്ന അതേ മാതൃകയിൽ മസ്ക് അവിടെ നിന്നുകൊണ്ട് ഭീഷണി സന്ദേശങ്ങൾ മുഴക്കുകയാണ്. അത് മാത്രമല്ല, അയാളുടെ ബഹിരാകാശ ഏജൻസി സ്പേസ് എക്സ്, അത് ഇപ്പോൾ അമേരിക്കയുടെ ഒരു അഭിമാന സ്തംഭമാണ്. ഇപ്പം നാസയാണ് അവരുടെ ബഹിരാകാശ ഏജൻസി എങ്കിലും അതേപോലെ തന്നെ വെല്ലുന്ന പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു സ്ഥാപനമാണ് സ്പേസ് എക്സ്. അത് ഞാൻ പൂട്ടിക്കെട്ടു എന്നൊക്കെ പുള്ളി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വീരവാദം മുഴക്കലെന്നാണ് ഇവരും പിടികിട്ടാത്തത്. അത് എനിക്ക് തോന്നുന്നു ലോകം മുഴുവനും ഈ അൻവറും പിണറായും പോലെയുള്ള ആയിട്ടുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞു. കാരണം അൻവർ ഇവിടെ പറഞ്ഞ് നമ്മളുടെ മുന്നിൽ അവതരിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കേട്ട ആളുകളിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്, ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പിന്നീട് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിന് സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മസ്ക് ട്രംപിനെതിരെ പല കാര്യങ്ങളും പറയുകയും
എൻ്റെ ഈ പോസ്റ്റൊക്കെ സൂക്ഷിച്ചോ, നാളെ തനിക്ക് പറ്റിയ ഒരു സാധനം ഞാൻ ഇറക്കുന്നുണ്ട്, തന്നെ ശരിപ്പെടുത്തും, അതെനിക്കുള്ള ബോംബാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഭീഷണികളൊക്കെ. അല്ല, അതിൻ്റെ ഇടയിൽ വേറെയും ചില ചരടുവലികളൊക്കെ നടന്നു. ഈ ട്രംപിൻ്റെ ഈ നികുതി പരിഷ്കരണ ബില്ലുണ്ടല്ലോ, അത് ഈ അമേരിക്കൻ കോൺഗ്രസിൻ്റെ അംഗീകാരം ഇതുവരെ വന്നിട്ടില്ല. അത് വോട്ട് ചെയ്യണം. അപ്പോൾ അവിടെ ഈ പ്രതിപക്ഷ കക്ഷികളെ മസ്ക് പണം കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു, കൂടെ ഭരണപക്ഷത്തുള്ള ചില സെനറ്റർമാരെ കൂടി ചാക്കിടാൻ ശ്രമിക്കുന്നു എന്ന് ട്രംപ് ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നിട്ട് അങ്ങനെ ഏതെങ്കിലും പൈസ മുടക്കുന്ന വന്നു കഴിഞ്ഞാൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുന്ന തരത്തിലൊക്കെ ഈ ട്രംപ് നേരത്തെ പ്രതികരിച്ചിരുന്നു. പക്ഷേ അതിന് ശേഷമാണ് ഇപ്പോൾ വെടിനിർത്തലിലേക്ക് വന്ന കാര്യങ്ങൾ. അതിൻ്റെ പ്രശ്നം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ട്രംപിനെ ഒതുക്കാനായിട്ടൊരു മാർഗ്ഗമില്ല. കാരണം ട്രംപ് ഒരു കാളക്കുറ്റിനെ പോലെ ഇങ്ങനെ കുതിച്ചു നീങ്ങാനുള്ള ചെയ്യുന്നത്. ഇയാൾ പറയുന്ന കാര്യങ്ങളൊന്നും അയാൾ കേൾക്കാതെയും വന്നു. അപ്പോൾ ട്രംപ് വളരെ സുന്ദരമാണ്, വളരെ നല്ലതാണ് എന്നൊക്കെ പറയുമെങ്കിലും അയാൾക്ക് പറ്റിയ അബദ്ധങ്ങൾ ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഈ സാമ്പത്തിക കാര്യങ്ങളിലുള്ള നയപരിപാടികളുടെ രൂപീകരണവും അത് എങ്ങനെയാണ് അമേരിക്കയെ തന്നെ വലിയ സാമ്പത്തിക മാന്ദ്യത്തിൽ കൊണ്ടുപോകാൻ സാധ്യതയുള്ളതെന്നൊക്കെ മസ്ക് പറയേണ്ടായി. മസ്ക് അത് കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇയാൾ പ്രത്യേകിച്ച് എനിക്ക് വന്നത് റെസിപ്രോക്കൽ ടാക്സസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ അമേരിക്കൻ വിപണി വല്ലാത്ത ഒരു ജീർണാവസ്ഥയിലെത്തിച്ചേർന്നു, അല്ലെങ്കിൽ സ്തംഭനാവസ്ഥയിലെത്തിച്ചേർന്നു. വലിയ ഏറ്റവും വലിയ ആഘാതം ഉണ്ടായ മസ്കിനാണ്. അയാളുടെ ഓഹരി ഒക്കെ വല്ലാണ്ട് താഴെ പോയി, ടെസ്ലയുടെ വിൽപ്പനയൊക്കെ വല്ലാണ്ട് കുറഞ്ഞു. പിന്നെ അവരുടെ ഈ പ്രൊഡക്ഷൻ ഈ ചൈനയ്ക്കാണല്ലോ ഏറ്റവും വലിയ ഇരയായി വന്നത്. ഈ ചൈനയിൽ നിന്ന് റോ മെറ്റീരിയൽ വരാണ്ട് ഇവിടുത്തെ പ്രൊഡക്ഷൻ ഹൗസുകളൊന്നും വർക്ക് ചെയ്യില്ലല്ലോ. അതൊന്നും ആലോചിക്കാതെ തന്നെ ട്രംപ് ഇങ്ങനെ പ്രഖ്യാപനം. ട്രംപിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അത് ആരോടും ചോദിച്ചിട്ടോ കൂട്ടായി ചർച്ച ചെയ്തിട്ടൊന്നുമല്ല. അത് നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണെന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ചീത്തയായി പോകും. ഇവിടെ സംഭവിച്ച പ്രശ്നം അതാണ്. അപ്പോൾ അത് നമുക്കൊരു ഭീഷണിയാണ് ശരിക്കും പറഞ്ഞാൽ. റെസിപ്രോക്കൽ ടാക്സസ് എന്ന് പറഞ്ഞാൽ പകരച്ചുങ്കം എന്ന് പറയുന്നത് വല്ല അപകടമാണ്. അത് ആദ്യം പറയുമ്പോഴൊക്കെ ആൾക്കാർക്ക് വളരെ ആഹ്ലാദമൊക്കെ തോന്നും. കാരണം എന്ന് വെച്ചാൽ ഇത് അമേരിക്കയുടെ പോയിപ്പോയതായിട്ടുള്ള പ്രൗഢി വീണ്ടെടുക്കാൻ വേണ്ടി നടത്തുന്ന പ്രക്രിയ. കാരണം അമേരിക്കയാണ് ലോകത്തിൻ്റെ ഏറ്റവും ആധിപത്യത്തിൽ ഉയർന്നു നിൽക്കുന്ന രാജ്യം എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അമേരിക്ക പറയുന്നത് എല്ലാവരും കേൾക്കണം എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ വളരെ ലളിതമായിട്ടുള്ള ഒരു തിയറി എന്ന് പറയുന്നത്. അതിനാണ് അദ്ദേഹം നിങ്ങളുടെ ചരക്കൾ ഞങ്ങളുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്താൽ ഞങ്ങളതിന് ഇത്ര ശതമാനം ഡ്യൂട്ടി അടക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ആ രാജ്യത്തിൻ്റെ വാണിജ്യത്തെ തകർക്കാനായിട്ടുള്ള ശ്രമം. ചൈനക്കും കാനഡയ്ക്കും എതിരായിട്ടാണ് അതിശക്തമായിട്ട്. കാനഡ ഇങ്ങ് പോരണമെന്നാണ് പറയുന്നത്. അതെ, മാത്രമല്ല കാനഡ ഞാൻ എടുക്കും എന്നൊക്കെ പറഞ്ഞ് സുരേഷ് ഗോപി ഡയലോഗ്. നമ്മളെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് മൊത്തം ലോകം ഈ സൈസ് കക്ഷികളുടെ കൈകളിലായി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അവർ നടത്തുന്ന ഇത്തരം ജൽപ്പനങ്ങൾ അത് രാജ്യത്തിൻ്റെ ഭാവിക്കും അതേപോലെ തന്നെ മറ്റ് രാജ്യങ്ങളുടെ വളർച്ചയ്ക്കും വികാസത്തിനും ഒക്കെ തന്നെ വലിയ തരത്തിൽ പാരയായി മാറുന്നെന്നുള്ള വലിയ സത്യമാണ്. കാരണം ഇയാളിതൊക്കെ പറയുമ്പോഴും സംഭവിച്ചെന്താണ്, വ്യാവസായിക മാന്ദ്യമാണ് ശരിക്കും വരുന്നത്, അല്ലെങ്കിൽ വാണിജ്യ മാന്ദ്യമാണ് വരുന്നത്. ഇതിന് രണ്ടിനും ഇടയായി തീരുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ടാക്സ് വർദ്ധിപ്പിച്ച സമയത്ത് അമേരിക്കയിൽ നിർമ്മിക്കേണ്ടതായിട്ടുള്ള പല ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ചൈനയിൽ നിന്ന് വരുന്നതാണ് വരാതെ. അപ്പോൾ വ്യവസായ മാന്ദ്യം അവിടെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യും. അതുപോലെ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലും കൈമാറ്റ സാധ്യതകൾ കുറക്കാനേ ഇത് സഹായിച്ചുള്ളൂ. ഇപ്പോൾ ഈ നമ്മൾ കയറ്റി അയക്കുന്ന പല ഉൽപ്പന്നങ്ങളും, ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്ന പല ഉൽപ്പന്നങ്ങളും ഉയർന്ന ടാക്സ് ചുമത്തും എന്ന് വന്നപ്പോൾ അത് കയറ്റി അയക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മുടെ വ്യവസായികൾ മാറി. അതാണ് പ്രശ്നം. അപ്പോൾ എല്ലാ സ്ഥലത്തും ഈ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് വ്യാപാര വ്യവസായ സ്തംഭനം സൃഷ്ടിച്ച ഒരാളാണ് ട്രംപ് എന്ന് നിലവന്നു. ഇത് ട്രംപിനെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് മസ്ക് പല കാര്യങ്ങളിൽ ഇടപെടുകയും അവസാനം എന്തോ അവർ രഹസ്യമായിട്ട് അടിയൊക്കെ നടത്തി ഒത്തീർപ്പിലെത്തിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സമാധാനിക്കാം. അല്ല, അങ്ങനെ നമുക്ക് കരുതാൻ പറ്റുള്ളൂ. അതാണല്ലോ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. എന്താണ് കൃത്യമായിട്ട് ഇവരുടെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നതെന്ന് നമുക്ക് അത്ര പിടികിട്ടുന്നതല്ല യഥാർത്ഥത്തിൽ. എന്തായാലും എന്തോ ചില തർക്കങ്ങൾ അവർക്ക് ഇടയിലുണ്ട്. അത് വ്യവസായം വാണിജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിനെ രാഷ്ട്രീയമായിട്ട് കൂട്ടി ഇണക്കി രാജ്യഭരണവുമായിട്ടൊക്കെ കൂട്ടിക്കെട്ടി ഇത്തരത്തിലുള്ള അലമ്പിലേക്ക് അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പ്രശ്നം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.